കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പൂഞ്ഞാറമ്മലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടും റോഡും തോടും സംരക്ഷിക്കുന്നതിന്റെ പൂർണ്ണ ചുമതല ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാർ ഏറ്റെടുത്ത ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം മാലിന്യ നിർമ്മാർജ്ജന, മാലിന്യരഹിത, മാലിന്യമുക്ത നവകേരളം. നമ്മുടെ നാടിനെ മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കുക, ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ ഭക്ഷ്യോപാധികളും ലഭിക്കുന്ന സാംക്രമിക രോഗങ്ങൾ പടരാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രകൃതിയുടെ നിയതമായ കാലികമായ ചംക്രമണത്തിനും പ്രവർത്തനത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന അജൈവ മാലിന്യങ്ങളെ അടക്കം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഈ ഭൂമിയെ, അതിന്റെ സകല ചരാചരങ്ങളെ, മനുഷ്യരടക്കമുള്ള മുഴുവൻ ജീവനുകളും ഇന്നേക്കും നാളേക്കുമായി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ ഒരു പ്രവർത്തനമാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെ അന്തസത്ത, അതിന്റെ കാതൽ, അതിന്റെ പ്രവർത്തന കേന്ദ്രം, അതിന്റെ പ്രവർത്തന ലക്ഷ്യം എന്ന് ആണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന് കീഴിലുള്ള മികച്ച ഗ്രാമപഞ്ചായത്തായി 1ാം സ്ഥാനത്ത് കൂട്ടിക്കലും, 2ാം സ്ഥാനം പാർത്തോടും, 3ാം സ്ഥാനം മുണ്ടക്കയവും നേടി. മികച്ച CDS ആയി 1ാം സ്ഥാനം കാഞ്ഞിരപ്പള്ളിക്കും, 2ാം സ്ഥാനം പാർത്തോടിനും, 3ാം സ്ഥാനം കൂട്ടിക്കലിനും ലഭിച്ചു. മികച്ച സർക്കാർ സ്ഥാപനമായി 1ാം സ്ഥാനം PWD റെസ്റ്റ് ഹൗസ് എരുമേലിയും, 2ാം സ്ഥാനം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കോഴിത്തോടും തെരഞ്ഞെടുത്തു. മികച്ച ഹരിതകർമ്മ സേന കൺസോഷ്യമായി 1ാം സ്ഥാനം കൂട്ടിക്കലിനും, 2ാം സ്ഥാനം മുണ്ടക്കയത്തിനും, 3ാം സ്ഥാനം എരുമേലിക്കും ലഭിച്ചു. പള്ളിപ്പടിയിലും കോഴിത്തോട്ടിലുമുള്ള അപ്പലോണിയ ഡെന്റൽ ക്ലിനിക്കിന് ലഭിച്ചു. മികച്ച വ്യാപാര സ്ഥാപനമായി 1ാം സ്ഥാനം ഹോം ഗ്രൗണ്ട് നഴ്സറിക്കും, മികച്ച വായനശാലയായി PYMA ലൈബ്രറി വഴിക്കത്തോട് തിരഞ്ഞെടുത്തു. 2ാം സ്ഥാനം സൗഹൃദ വായനശാല മടുക്കയ്ക്കും, 3ാം സ്ഥാനം ത്രിവേണി ലൈബ്രറി കൂട്ടിക്കലിനും ലഭിച്ചു. മികച്ച റെസിഡൻസ് അസോസിയേഷനായി 1ാം സ്ഥാനം ഗ്രീൻ നഗർ പാർത്തോടിനും, 2ാം സ്ഥാനം ചിറ്റാർ റെസിഡൻസ് അസോസിയേഷനും, 3ാം സ്ഥാനം മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ മുണ്ടക്കയവും തെരഞ്ഞെടുത്തു. മികച്ച ഹരിത ടൗണായി 1ാം സ്ഥാനം മുണ്ടക്കയം വണ്ടൻപതാലിനും, 2ാം സ്ഥാനം പൊടിമറ്റത്തിനും, 3ാം സ്ഥാനം മണിമലയ്ക്കും ലഭിച്ചു. മികച്ച പൊതു ഇടമായി 1ാം സ്ഥാനം മുണ്ടക്കയം ചാച്ചിക്കവലയ്ക്കും, 2ാം സ്ഥാനം ഇളങ്കാട് ബസ് സ്റ്റാൻഡിനും ലഭിച്ചു. പുരസ്കാരം ലഭിച്ചവർക്ക് പ്രത്യേക അവാർഡുകളും നൽകി. പരിപാടിയോട് അനുബന്ധിച്ച് മിൽക്ക് ഫ്രൂട്ട് തൈകളും വിതരണം ചെയ്തു. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശികുമാർ, ബിജോയ് മുണ്ടുപാലം, സിറിൽ ജോസഫ്, ജാൻസി സാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സാജൻ കോന്നത്ത്, ജോഷി മംഗലം, PK പ്രതിഭ, രത്നമ്മ രവീന്ദ്രൻ, ഡാനി ജോസഫ്, അനു ഷിജു, BDO ഫൈസൽ S, ജോയിന്റ് BDO സിയാദ് TE, ആശലത T, വനിതാക്ഷേമ ഓഫീസർ പ്രശാന്ത് C തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.